ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 179 കരിക്കെല്ലാം തേങ്ങയാവട്ടെ. ഭാഗം 179 കരിക്കെല്ലാം തേങ്ങയാവട്ടെ ഇവിടെ ആരംഭിക്കുന്നു. തിരുവിതാംകൂറിലെ പല തറവാട്ടുകളിലും സർപ്പങ്ങളെ ആരാധിക്കുന്നതിനുള്ള സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ സർപ്പപ്പാട്ടും നടന്നിരുന്നു. സർപ്പാരാധനയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായിരുന്നു കാവുപാട്ട് അഥവാ സർപ്പപ്പാട്ട്. വളരെ പണച്ചെലവുള്ള ഒന്നായിരുന്നു അത്. കളമെഴുത്ത്, പാട്ട്, തുള്ളൽ ഇവയെല്ലാമായിരുന്നു കാവുപാട്ടിൻ്റെ പ്രധാന ഇനങ്ങൾ. പാട്ട് പാടുവാൻ പ്രത്യേകം സംഘങ്ങളുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ താളത്തിനൊത്ത് ഒരു കൂട്ടം കന്യകമാർ കുളിച്ച് ഈറനൊടുത്ത് മുടിയഴിച്ചിട്ട് ഉറഞ്ഞു തുള്ളുമായിരുന്നു. അവർ കവുങ്ങിൻ പൂക്കുലകൾ പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് തുള്ളിയിരുന്നത്. ആ പൂക്കുലകൾ താഴത്ത് വീണാൽ പുതിയ പൂക്കുലകൾ കൊടുക്കണമായിരുന്നു. കുടിക്കുന്നതിനും തലയിലും ദേഹത്തും ഒഴിക്കുന്നതിനും സർവത്ര ഇളനീരാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ദിവസം ഗുരുദേവൻ ആലുംമൂട്ടിൽ ചാന്നാരുടെ മേടയിലെത്തുമ്പോൾ അന്നവിടെ കാവുപാട്ട് കെങ്കേമമായി നടക്കുകയായിരുന്നു. ചാന്നാർ തുള്ളൽ കാണുന്നതിനായി ഗുരുദേവനെ ക്ഷണിച്ചു. അപ്പോൾ പാട്ട് ഉച്ചത്തിലും തുള്ളൽ ആവേശത്തിലുമായി. പൂക്കുലകൾ പടപടാ നിലത്ത് വീഴുന്നതിനനുസരിച്ച് പുതിയത് കൊടുത്തുകൊണ്ടേയിരുന്നു. കരിക്കിൻ വെള്ളം കുടിക്കുന്നതിനേക്കാൾ തുള്ളൽക്കാരുടെ തലയിലും ദേഹത്തും ഒഴിക്കുവാനാണ് വേണ്ടിയിരുന്നത്. അതിനുവേണ്ടി ഒരുപറ്റം ആളുകളാണ് കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കുറച്ചുനേരം കണ്ടുകൊണ്ടിരുന്ന ശേഷം ഗുരുദേവൻ തുള്ളൽക്കാർക്ക് പുതിയ പൂക്കുലകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഭക്തനെ വിളിച്ച് ഇങ്ങനെ കൽപ്പിച്ചു: പുതിയ പൂക്കുലകൾ അവിടെ ഇരിക്കട്ടെ. തുള്ളൽക്കാർ കളയുന്ന പൂക്കുല തന്നെ വീണ്ടും എടുത്തു കൊടുക്കണം. ഭക്തൻ: കളയുന്നത് മലിനമായി സ്വാമി, അതെടുത്തു കൊടുത്താൽ തുള്ളൽക്കാർ സ്വീകരിക്കില്ല. ഗുരുദേവൻ: നിങ്ങൾ എടുത്തു കൊടുക്കണം. സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാണാമല്ലോ. ഭക്തൻ മനസ്സില്ലാ മനസ്സോടെ തുള്ളൽക്കാർ താഴെയിട്ട പൂക്കുലകൾ തന്നെ എടുത്തു കൊടുത്തു. അവർ അത് വാങ്ങി തുള്ളൽ തുടരുകയും ചെയ്തു. അത് കണ്ടിട്ട് ഗുരുദേവൻ ഒരു പുഞ്ചിരിയോടെ ആഹാ, തുള്ളുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭക്തൻ: അത് ഞാൻ തന്നെ എടുത്തു കൊടുത്തതുകൊണ്ടാണ് സ്വാമി. ഗുരുദേവൻ: അപ്പോൾ നിങ്ങൾ എടുത്തു കൊടുത്താലും തുള്ളൽക്കാർ വാങ്ങുമല്ലോ. പിന്നീട് ആ തുള്ളൽ തുടരുന്നതിനിടയിൽ എല്ലാവരും കേൾക്കെ ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു: തുള്ളൽക്കാർക്ക് ഇനിമേലിൽ തൂപ്പ്, വൃക്ഷത്തലപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പാക്കുണ്ടാകുന്ന പൂക്കുലകൾ നഷ്ടപ്പെടുത്തേണ്ടല്ലോ. തുള്ളിച്ചാടുമ്പോൾ തലയിൽ തണുത്ത വെള്ളം ഒഴിക്കേണ്ടത് ആവശ്യം തന്നെ. അതിന് രാമച്ചം ഇട്ട വെള്ളം മതിയല്ലോ. അത് ചെറിയ ചെമ്പ് കുടങ്ങളിലാക്കി കൊടുക്കണം. കരിക്കെല്ലാം തേങ്ങയാവട്ടെ. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ. സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണ ഗുരുവേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ. തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ. സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 179 കരിക്കെല്ലാം തേങ്ങയാവട്ടെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.